എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ തൗസൻഡ് സണ്ണി കപ്പല് അതാണെങ്കിൽ ആ ചുഴിയിലേക്ക് നീങ്ങി അടുക്കുകയാണ്. നമ്മുടെ ആൾക്കാർ കപ്പലിന്റെ ഫുൾ പവറിൽ അതിനെ ഡിവീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുമെങ്കിലും കപ്പൽ ഓൾമോസ്റ്റ് ആ ചുഴിയിൽ പെട്ടിരിക്കുകയാണ്. ചുഴിയാണെങ്കിൽ നല്ല ഫോഴ്സിൽ കപ്പലിനെ കറക്കി കറക്കി ഇപ്പൊ നമ്മുടെ ലൂഫിയുടെ കൺട്രോൾ പോയി അവൻ ആ ചുഴിയിലേക്ക് വീഴും. നമ്മുടെ ചെക്കൻ ലൂഫിക്ക് ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ വീണ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലൂഫി കൈയും കാലും ഒക്കെ ഇട്ട് ആഞ്ഞടിക്കും. ലൂഫിയുടെ തൊട്ടു പിന്നാലെ ആ ഒരു ഓക്ടോപ്പസും ഇപ്പൊ ചുഴിയിലേക്ക് വന്ന് വീഴുകയാണ്. ലൂഫി ആണെങ്കിൽ വലിയ ശബ്ദത്തിൽ നിലവിളിക്കാൻ തുടങ്ങും. ആ ഓക്ടോപ്പസ് ആണെങ്കിൽ എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അതിന്റെ ടെന്റിക്കിൾസ് ഒക്കെ ഇട്ട് ആഞ്ഞടിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ആരോ ഒരാൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന സൗണ്ട് നമ്മുടെ ആൾക്കാർ കേൾക്കും. അവർ ആ ഭാഗത്തേക്ക് നോക്കും. അവിടെ വലിയൊരു എൻട്രൻസും കാസ്റ്റിലും ഒക്കെ കാണും. ആക്ച്വലി ഇതാണ് ആ വാനോ കിങ്ഡം. നമ്മുടെ ആൾക്കാർ അന്വേഷിച്ചു വന്ന മൊമന്റോസ്കിയുടെ സ്വന്തം ഐലാൻഡ് വാനോ കിങ്ഡം. ഇവിടെയാണ് ആ കൈഡോ അവനുള്ളത്. അപ്പോൾ ഒരുപാട് സാമുറായ്സ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് അതുവഴി നടക്കുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അപ്പൊ ആ കൂട്ടത്തിന്റെ ഇടയിൽ സാമുറായ്സിന്റെ കോട്ടും സ്യൂട്ടും 3 സ്ക്വാഡൊക്കെ ആയിട്ട് ഒരാളങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സോറോ ആണെങ്കിൽ ഇപ്പൊ ഒരു സാമുറായിട്ട് അഭിനയിക്കുകയല്ല, മറിച്ച് ജീവിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ വാനോ കിൻഡത്തില് ഇപ്പൊ ചില വർക്കുകളൊക്കെ നടക്കുകയാണ്. അതിൽ മെയിൻ ആയിട്ട് ജോലികളെല്ലാം ചെയ്യുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഫ്രാങ്കിയും ടീമും ചേർന്ന് ചില ബിൽഡിങ്ങുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടുത്തെ മെയിൻ കാർപ്പൻറ്റർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിയോട് ചോദിക്കും, ആരാണ് ഈ ബിൽഡിങ് പണിത് തീർത്തത്? അതിന് ഫ്രാങ്കി ആണെങ്കിൽ കൈ ഉയർത്തി ഞാനാണെന്ന് പറയും. ആ കാർപ്പൻറ്റർ ആണെങ്കിൽ ദേഷ്യത്തിൽ പറയും, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നീ നന്നായിട്ട് ഇതിന്റെ പണിയൊക്കെ കഴിച്ചു, പക്ഷെ ഇതിലും നന്നായിട്ട് ഞാൻ ചെയ്യും. ആണെങ്കിൽ അത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവന്റെ ദേഷ്യം അത് കൂടി വരും. പക്ഷെ കിൻ പറഞ്ഞ കാര്യങ്ങൾ അതോർത്ത് അവൻ സംയമനം പാലിച്ച് ഒരു അസിസ്റ്റന്റ് കാർപ്പൻറ്ററായിട്ട് അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഉസോപ്പിനെ കാണിക്കും. ഉസോപ്പ് ആണെങ്കിൽ ഒരുപാട് കത്തികളൊക്കെ എടുത്ത് കാണിച്ച് ഒരു കപ്പട മീശയൊക്കെ പിടിപ്പിച്ച് ഇതൊരു അസാധാരണമായിട്ടുള്ള കത്തിയാണ്, ഇതുവരെ ആരും ഇങ്ങനെ ഒരു കത്തി കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ ആ കത്തി ഉപയോഗിച്ച് അവന്റെ കയ്യിൽ ചെറുതായിട്ടൊരു മുറിവുണ്ടാക്കും. ആക്ച്വലി അവൻ വിൽക്കാൻ ശ്രമിക്കുന്നത് ആ കത്തിയല്ല, മറിച്ച് അവൻ നോർത്ത് സീയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തവള ഓയിലാണ്. ഇതുപയോഗിച്ച് ഈ ഒരു മുറിവ് അത് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ ആ മുറിവില് ആ മെഡിസിൻ ഒഴിക്കുകയാണ്. ഉസോപ്പിന്റെ മുറിവ് അത് സിമ്പിളായിട്ട് ഹീലാവുന്ന കണ്ട ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആ മെഡിസിൻ വാങ്ങിക്കുകയാണ്. അവന്റെ കച്ചവടം ഇത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ പൊടിക്കും. മറ്റൊരു ഭാഗത്ത് ഒരു വയസ്സായ അമ്മച്ചി, അവരാണെങ്കിൽ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഏതോ ഒരു പെൺകുട്ടിയെ നിർത്താതെ ഡാൻസ് ചെയ്യിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഡാൻസ് ചെയ്യുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ നിക്കോ റോബിൻ. അവള് വേഷവും പേരും ഒക്കെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിലാണ് ആ ഒരു ഐലാൻഡിൽ ഇപ്പോൾ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് സോറോ, അവൻ മാത്രം കാഷ്വലായിട്ടിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പുറത്തേക്ക് നടന്നു വരും. അതേസമയം 2 പേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് സോറോ കാണും. അതിലൊരാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റി അവനവിടെ വീഴും. അവൻ അറ്റാക്ക് ചെയ്ത ആള് അവനാണെങ്കിൽ സോറോയുടെ മുൻപിലേക്ക് ഓടി വരികയാണ്. കാര്യം മനസ്സിലാക്കിയ സോറോ ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഉടനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഒരാളെ കണ്ട് അടുത്തുണ്ടായിരുന്ന ഏതോ ഒരു പോലീസ് ഓഫീസർ അവിടെ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് എല്ലാവരും ചേർന്ന് ഇപ്പൊ നമ്മുടെ സോറോയെ റൗണ്ട് ചെയ്യും. സോറോ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കുക, ഞാനല്ല ഇതൊന്നും ചെയ്തത്. പക്ഷെ പോലീസ് ആണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവില്ല. അത് കണ്ട് കലികളകിയ സോറോ അവന്റെ സ്ക്വാഡ് എടുക്കാനായിട്ട് കൈ അങ്ങനെ നീട്ടും. പക്ഷെ അതേ നിമിഷം തന്നെ കിൻ പറഞ്ഞ കാര്യം ഓർത്ത് അവൻ ആത്മസംയമനം പാലിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ കിൻ അവനാണെങ്കിൽ എല്ലാവർക്കും ചില അഡ്വൈസ് ഒക്കെ കൊടുക്കുകയാണ്. വാനോ കിൻഡത്തില് കുറോസോക്കി എന്ന് പേരുള്ള ഒരുത്തനുണ്ട്. അവനും കൈഡോയും ഒന്നിച്ചാണ് ഇപ്പൊ ആ വാനോ കിൻഡം ഭരിക്കുന്നത്. സോ നിങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടേക്ക് എത്തുന്നത് വരെ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ അത് വലിയ അപകടമാണ്. ആ കൈഡോ അവൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇവിടെയുള്ള ആൾക്കാർ നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾ അതെല്ലാം സഹിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് സോറോ അവൻ സറണ്ടർ ആവും. അതുകൊണ്ട് ഒരു പോലീസുകാരൻ സോറോയെ കെട്ടി വലിഞ്ഞ് അവരുടെ ചീഫിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ആ ചീഫ് ആണെങ്കിൽ സോറോയെ ടെററായിട്ട് അങ്ങനെ നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഗ്രാമത്തിലുള്ള ഏതോ ഒരു നേതാവ് ആളാണെങ്കിൽ ഒരു നോട്ടീസ് ഒക്കെ എടുത്ത് വിളിച്ചു പറയാനായിട്ട് തുടങ്ങും. ഇത്രയും കാലവും നൈറ്റ് ഗ്രാമത്തിലേക്ക് വന്ന് ഓരോരുത്തരെയായിട്ട് കൊന്നുകളഞ്ഞ
ആ ഒരു കൾപ്രിറ്റിനെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇവിടെയുള്ളവർ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി തന്നെ അവന്റെ കഴുത്ത് അത് നമ്മൾ അറക്കുമെന്ന് പറഞ്ഞ് ആ നോട്ടീസ് അവിടെ മുഴുവൻ വിതരണം ചെയ്യാണ്. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. കാരണം അവരുടെ എല്ലാവരുടെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഉത്സവം ആണെങ്കിൽ ആ ന്യൂസ് ഒക്കെ കേട്ട് അവരുടെ ഇടയിലൂടെ കടന്നു വരികയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആശ്വാസം. കാരണം ഈ മാസം തന്നെ അവരുടെ ഇടയിലുള്ള 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇനി കുഴപ്പമൊന്നുമില്ല, ആശ്വാസമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടുന്ന് കടന്നു പോകും. ഉത്സവം ആണെങ്കിൽ അതിലൊരു നോട്ടീസ് എടുത്ത് വായിക്കും. അടുത്ത നിമിഷം ആ നോട്ടീസിൽ നമ്മുടെ സോറോയുടെ ഫോട്ടോ കണ്ട് അവനങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ സോറോ അവൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും പ്രശ്നങ്ങൾ അവനെ തേടി വരികയാണ്. ഇനി എങ്ങനെ സോറോയെ കുടുക്കിൽ നിന്ന് രക്ഷിക്കും ചിന്തിച്ച് ഉത്സവം ആണെങ്കിൽ അങ്ങനെ തല പുകച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചീഫ് ഒഫീഷ്യൽസിന്റെ എല്ലാം മുൻപിൽ നമ്മുടെ സോറോയെ മുട്ടുകുത്തി ഇരുത്തിയിരിക്കുകയാണ്. സോറോയെ കൊല്ലേണ്ടത് മറ്റാരുമല്ല, അവൻ തന്നെയാണ്. അവന്റെ മുൻപിലുള്ള സ്ക്വാഡ് അതെടുത്ത് അവൻ തന്നെ അവന്റെ വയറ്റിൽ ആഞ്ഞു വെട്ടി അവൻ അവരുടെ മുൻപിൽ വെച്ച് ആത്മഹത്യ ചെയ്യണം. അവരാണെങ്കിൽ ഇപ്പൊ സോറോടെ ആ 3 സ്ക്വാഡ് കാണും. അതിലൊരാളെടുത്ത് ഇപ്പൊ സോറോട് ചോദിക്കും, നീ മരിച്ച ഡെഡ് ബോഡികൾ കളക്ട് ചെയ്യാറുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ സാക്ഷാൽ ലെജൻഡറി സ്കോട്ട്സ്മാൻ ആയിരുന്ന യൂമ അവനെയും അവന്റെ സ്ക്വാഡിനെയും കാണാതെ പോയി. ഈ യൂമ മറ്റാരുമല്ല, നമ്മുടെ സോറോ അവൻ ത്രില്ലർ പാർക്കിൽ വെച്ച് ഫൈറ്റ് ചെയ്ത് ജയിച്ച അതേ സാമുറായാണ്. അവന്റെ സ്ക്വാഡാണ് ഇപ്പൊ നമ്മുടെ സോറോയുടെ കയ്യിലുള്ളതെന്ന് അവർ തിരിച്ചറിയും. ആക്ച്വലി യൂമ ആളിയൊരു സ്ക്വാഡ് ഉപയോഗിച്ച് വലിയൊരു ഡ്രാഗന്റെ കഴുത്ത് പോലും വെട്ടി എറിഞ്ഞതാണ്. 23 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ സോറോ ഇത് തട്ടിയെടുക്കേണ്ടതാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ സോറോയുടെ വയസ്സ് അത് ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷെ സോറോ ആണെങ്കിൽ വളരെ യങ്ങാണ്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്ക്വാഡ് അത് ഞങ്ങൾക്ക് തിരികെ കിട്ടി. ഇത് ഞങ്ങളുടെ നാടിന്റെ ഒരു ലെജൻഡറി സ്ക്വാഡാണ്. സമയം കളയാനില്ല, എത്രയും വേഗം ആ ഒരു കത്തി അതെടുത്ത് നിന്നെ തന്നെ കൊത്തി കൊല്ലണം. അത് കേൾക്കേണ്ട താമസം സോറോ ആണെങ്കിൽ ആ കത്തി കയ്യിലെടുക്കുകയാണ്. അവൻ ആ കത്തിയിലേക്ക് നോക്കും. അതിനാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല, മാത്രമല്ല അതൊരു ഡാമേജ്ഡ് ആയിട്ടുള്ള കത്തിയാണ്. സോറോ ആ കത്തി കാണിച്ച് അവരോട് ചോദിക്കും, ഇതുപയോഗിച്ചാണോ ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടത്? അതിനവൻ പറയും, എനിക്ക് ആ സ്ക്വാഡ് തന്നത് സൂയിസൈഡ് ചെയ്യാനാണ്, അല്ലാതെ യുദ്ധം ചെയ്യാനല്ല. സോ അതിന് ഈ സ്ക്വാഡ് തന്നെ ധാരാളം. സോറോ ആണെങ്കിൽ അപ്പോഴും ആ ഒരു കത്തിയിലേക്ക് തന്നെ നോക്കും. അതിനാള് പറയും, നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ വെട്ടി താഴെ ഇടാതെ പറഞ്ഞ് ആ സ്ക്വാഡ് അങ്ങനെ മേടിച്ച് വെട്ടാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അതേസമയം ഇവനാണെങ്കിൽ ആ സ്ക്വാഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അവൻ ആ സ്ക്വാഡിലേക്ക് തന്നെ നോക്കി നിൽക്കും. സോറോ ആണെങ്കിൽ ആ കത്തി കയ്യിലെടുക്കും. അതിനുശേഷം അവന്റെ വയറ് തിരുമി കുത്താനായിട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും ആ കത്തിയിൽ നിന്ന് ബ്ലഡിന്റെ സ്മെല്ല് അവന് കിട്ടുക. അടുത്ത നിമിഷം അവന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരുത്തന് നേരെ അവൻ അങ്ങനെ വിരൽ ചൂണ്ടുകയാണ്. നീയാണ് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ആഞ്ഞു വീശും. അടുത്ത നിമിഷം ആ സ്ക്വാഡിൽ നിന്ന് വലിയൊരു ഫോഴ്സ് പുറത്തേക്ക് വന്ന് അവന്റെ ബോഡി അത് രണ്ടായിട്ട് പിളർക്കുകയാണ്. ചോര തുളുമ്പി അവൻ അങ്ങനെ സ്പോട്ടിൽ ഡെഡ് ആവും. സോറോ ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്ത വേൾപൂളിൽ പെട്ട നമ്മുടെ ഹീറോ ലൂഫി അവനാണെങ്കിൽ കരക്കടിഞ്ഞ് അങ്ങനെ ചുറ്റും നോക്കും. ലൂഫിയുടെ ചുണ്ടില് ഒരു ഞണ്ട് അത് ആഞ്ഞ് കടിക്കും. ലൂഫി അതിനെ തട്ടിത്തെറിപ്പിക്കും. അപ്പൊ അവന്റെ തൊട്ട് ബാക്കിലായിട്ട് 1000 സണ്ണി കപ്പല് അതങ്ങനെ കരിഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇപ്പൊ ഒരു വിധത്തിൽ ആ വാനോ കിണ്ടത്തിലെത്തി. അതേസമയം മറ്റൊരു ഭാഗത്ത് സോറോ അവൻ ആ ഒരു തുരുമ്പ് കത്തി വെച്ച് ചുറ്റുമുണ്ടായിരുന്നവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. പക്ഷെ ആരുടെയും ജീവൻ അവൻ എടുക്കുന്നില്ല. ഇതാ ഇവിടെ ലൂഫി ആണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടും. അടുത്ത നിമിഷം എന്തോ ഒരു ആനിമല് അവന്റെ നേർക്ക് അങ്ങനെ പറന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.